വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈറലായ പോറ്റിയെ കേറ്റിയെ പാരഡി ഗാനത്തിനെതിരെ കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. കേസിൽ അണിയറ പ്രവർത്തകരെയും പ്രതി ചേർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈറലായ പോറ്റിയെ കേറ്റിയെ പാരഡി ഗാനത്തിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. കേസിൽ അണിയറ പ്രവർത്തകരെയും പ്രതി ചേർത്തിട്ടുണ്ട്. അയ്യപ്പന്റെ പേരുപയോഗിച്ച് മതവികാരം വ്രണപ്പെടുത്തിയെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. ഗാനരചയിതാവും സംവിധായകനും പാട്ട് പ്രചരിപ്പിച്ചവരും പ്രതികളാകും. പ്രസാദ് കുഴിക്കാലയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. അയ്യപ്പ ഭക്തിഗാനത്തെയും ശരണമന്ത്രത്തെയും അപകീർത്തിപ്പെടുത്തുന്ന വിധം പാരഡി ഗാനം ഉണ്ടാക്കിയെന്നാണ് എഫ്ഐആർ. മതവികാരം വ്രണപ്പെടുന്ന പ്രവൃത്തിയാണിതെന്നും എഫ്ഐആറിലുണ്ട്. അയ്യപ്പന്റെ പേരുപയോഗിച്ചതിൽ കേസെടുക്കാമെന്നും മതവികാരം വ്രണപ്പെടുത്തിയെന്നും ചൂണ്ടിക്കാണിക്കുന്ന റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു. പോറ്റിയെ കേറ്റിയെ പാരഡി ഗാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അയ്യപ്പന്റെ പേരുപയോഗിച്ച് മതവികാരം വ്രണപ്പെടുത്തിയെന്ന് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. ഗാനരചയിതാവും സംവിധായകനും പാട്ട് പ്രചരിപ്പിച്ചവരും പ്രതികളാകും. പ്രസാദ് കുഴിക്കാലയുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അയ്യപ്പ ഭക്തിഗാനത്തെയും ശരണമന്ത്രത്തെയും അപകീർത്തിപ്പെടുത്തുന്ന വിധം പാരഡി ഗാനം ഉണ്ടാക്കി എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മതവികാരം വ്രണപ്പെടുത്തുന്ന പ്രവൃത്തിയാണിതെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. അയ്യപ്പന്റെ പേരുപയോഗിച്ചതിൽ കേസെടുക്കാമെന്നും മതവികാരം വ്രണപ്പെടുത്തിയെന്നും ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു. പാട്ടിനെതിരെ പരാതി നൽകിയതിൽ തിരുവാഭരണപാത സംരക്ഷണ സമിതിയിൽ ബന്ധമില്ലെന്ന് ചെയർമാൻ കെ ഹരിദാസ്. പരാതി നൽകിയ പ്രസാദ് കുഴിക്കാല സമിതിയിൽ നിന്നും വിട്ടുപോയ ആളാണ്. ശബരിമല കൊള്ളയ്ക്കെതിരെ പരാതി നൽകാതെ അനാവശ്യ പരാതിയാണ് നൽകിയിരിക്കുന്നത്. പരാതി ചിലരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണെന്നും കെ ഹരിദാസ് പറഞ്ഞു. അയ്യപ്പന്റെ കഴുത്തിൽ കിടന്ന ഏകമുഖ രുദ്രാക്ഷമാലി അദ്ദേഹം യോഗ നിദ്രയിൽ ഇരിക്കുമ്പോൾ കയ്യിൽ കൊടുക്കുന്ന യോഗദണ്ഡും ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയതിന്റെ പേരിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ആ അന്വേഷണത്തെ ഒന്നും അപലപിക്കാതെ അല്ലെ ആ കുറ്റക്കാർക്കെതിരെ ഒരു വാക്കുപോലും മിണ്ടാതെ ആരോ എഴുതിയ ഒരു പാരഡി, ആ പാരഡിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും, അത് വലിയ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കുക അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് അതിന്റെ ഇന്റൻഷൻ? ആചാരത്തെ സംരക്ഷിക്കാനാണോ? വിശ്വാസത്തെ സംരക്ഷിക്കാനാണോ? ആണെങ്കിൽ ഇതിനു മുമ്പ് നടന്ന സംഭവത്തെയൊക്കെ അപലപിക്കണ്ടേ? 2 ദിവസം കൂടി മുൻ പ്രസിഡന്റുമാർ ജയിലിൽ കിടക്കുക, തിരുവാഭരണം കമ്മീഷണർ ജയിലിൽ കിടക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയിലിൽ കിടക്കുക. അപ്പൊ അതിനെ ഒന്നും അപലപിക്കാതെ അതിലൊന്നും ഒരു പ്രതിഷേധം പോലും രേഖപ്പെടുത്താതെ പോറ്റിയെ കേറ്റിയെ സ്വർണ്ണം ചെമ്പാക്കി മാറ്റിയ സ്വർണ്ണപ്പാളി മാറ്റിയ ശാസ്താവിന്ദനം ഊറ്റിയെ ഇതൊക്കെ പറഞ്ഞുള്ള ഒരു പാരടിപ്പാട്ടാണ്. എന്തുമായിട്ട് അത് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പൊ അതാണോ അപരാധം? അത് സ്വർണം മോഷിച്ചതാണോ അപരാധം? കാരണം ആദ്യം ഇതിന് പരാതി കൊടുത്തത് CPM ആണ്. CPM പരാതി കൊടുത്തതിന്റെ തൊട്ട് പിന്നാലെ കൊണ്ടുപോയി ശബരിമല തിരുവാഭരണപാത സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയെന്നും പറഞ്ഞ് പത്രപ്രസ്താവന നടത്തിയത് വിശ്വാസത്തെ സംരക്ഷിക്കാനല്ല. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള EDയുടെ അപേക്ഷയിൽ കോടതി ഈ മാസം 19 വിധി പറയും. കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷയിന്മേൽ വാദം പൂർത്തിയായി. FIR, റിമാൻഡ് റിപ്പോർട്ട്, മൊഴിപ്പകർപ്പ് എന്നിവ ആവശ്യപ്പെട്ടാണ് ED കോടതിയെ സമീപിച്ചത്. രേഖകൾ കൈമാറുന്നതിലുള്ള എതിർപ്പ് രേഖാമൂലം പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. എന്നാൽ തങ്ങളുടെ അന്വേഷണം SIT അന്വേഷണത്തെ ബാധിക്കില്ലെന്നും രേഖകൾ നിർബന്ധമായി നൽകണമെന്നുമായിരുന്നു EDയുടെ നിലപാട്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കള്ളപ്പണ ഇടപാട് നടന്നുവെന്നാണ് EDയുടെ പ്രാഥമിക വിലയിരുത്തൽ. തുടർന്നാണ് രേഖകൾ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘത്തിന് ബന്ധമുണ്ടെന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം
ശരിവെച്ച് വ്യവസായി. SITക്ക് നൽകിയ കത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞ പ്രവാസി വ്യവസായിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണം പുരാവസ്തുക്കളായി 500 കോടി രൂപ വിറ്റെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ഇതറിയുന്ന പ്രവാസി വ്യവസായിയായ ഒരാൾ മൊഴി നൽകുമെന്നും രമേശ് ചെന്നിത്തല SITക്ക് നൽകിയ കത്തിൽ പറഞ്ഞിരുന്നു. രമേശ് ചെന്നിത്തലയുടെ ആരോപണം ശരിവെക്കുന്ന മൊഴിയാണ് വ്യവസായി അന്വേഷണ സംഘത്തിന് നൽകിയെന്നാണ് വിവരം. മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിശദ അന്വേഷണത്തിനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. രമേശ് ചെന്നിത്തലയുടെ മൊഴി നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ വിമർശനവുമായി RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേംസ്കുമാർ. സ്വർണ്ണപ്പാളി കേസിലെ കുറ്റക്കാർക്കെതിരെ CPIM നടപടിയെടുക്കേണ്ടതായിരുന്നു. നടപടിയെടുക്കാത്തത് അവരുടെ സംഘടനാ രീതിയായിരിക്കാം. നടപടി എടുത്തിരുന്നെങ്കിൽ ജനങ്ങൾക്ക് LDFനെ കൂടുതൽ വിശ്വാസം വരുമായിരുന്നു. പോറ്റിയെ കേറ്റിയെന്ന പാരഡി ഗാനം വിവാദമാക്കേണ്ട കാര്യമില്ല. മുൻപും ഇതുപോലെ ധാരാളം പാരഡി ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനെ ഹാസ്യമായി മാത്രം കണ്ടാൽ മതിയെന്നും MV ശ്രേംസ്കുമാർ വ്യക്തമാക്കി. പാരഡി ഗാനം പണ്ട് VD രാജപ്പനിൽ അതിൻ്റെ ഒരു ആശാനില്ലേ, അതേപോലെ ഇല്ല. അതൊക്കെ പരാതിപ്പെടുന്നവരുടെ ഞാൻ പറയുന്നത് മുമ്പ് എങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ പരാതിപ്പെടാം. മുമ്പ് ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹ്യൂമറസായിട്ട് കണ്ടാൽ മതി, എത്രേ ഉള്ളൂ. പാരഡി അതന്നെ, പാരഡിയൊക്കെ കുറേ കാലമായിട്ടുള്ളതല്ലേ, അതിന് ആ രീതി കണ്ടാൽ മതി. ഈ സ്വർണ്ണപ്പാളി കേസിൽ അങ്ങനെ കേരള പോലീസ് തന്നെ നടത്തിയ അന്വേഷണത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ ആ കോടതി പറഞ്ഞിട്ടുണ്ട് തൃപ്തികരമാണ് അന്വേഷണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവിക നടപടി എടുക്കേണ്ടതായിരുന്നു. എടുത്തിട്ടില്ല എന്നുള്ളത് അവരുടെ പാർട്ടിയുടെ കാര്യമാണ്, അവരുടെ സംഘടനാ രീതിയായിരിക്കും അത്. പക്ഷേ നടപടി എടുത്തിരുന്നുവെങ്കിൽ ജനങ്ങൾ കൂടുതൽ ഈ കാര്യത്തിൽ വിശ്വാസം വരുമായിരുന്നു നടന്നുകൊണ്ടേണ്ടതുണ്ട്. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ സ്ഥലം മാറ്റി. ശാസ്താംകോട്ട DB കോളേജിലേക്കാണ് മാറ്റം. രജിസ്ട്രാറിനെ മാറ്റിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. അനിൽകുമാറിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് മാറ്റമെന്നാണ് സർക്കാർ ഉത്തരവ്. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് അനിൽകുമാറിനെ VC സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രിൻസിപ്പളായി തന്നെയാണ് അനിൽകുമാർ തിരികെ പ്രവേശിക്കുന്നത്. രജിസ്ട്രാറായി അനിൽകുമാർ വരികയും പുനർനിയമനം നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാർ VC തർക്കം ആരംഭിക്കുന്നത്. പിന്നീട് ഇത് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. ഭാരതാംബ വിവാദത്തെ തുടർന്ന് അനിൽകുമാറിനെ VC സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നാലെ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിനിടെയാണ് അനിൽകുമാറിന്റെ ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ചുകൊണ്ട് ശാസ്താംകോട്ട DB കോളേജിലേക്ക് പ്രിൻസിപ്പളായി മാറ്റം നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി സിസ തോമസ് ചുമതലയേറ്റു. സർവകലാശാല ആസ്ഥാനത്തെത്തിയാണ് ചുമതലയേറ്റത്. VC ആയി തിരിച്ചെത്തിയതിൽ സന്തോഷമുണ്ടെന്നും പഴയ കാര്യങ്ങളൊന്നും നിലവിൽ ഓർക്കുന്നില്ലെന്നും സിസ തോമസ് പ്രതികരിച്ചു. അപാകതകളെല്ലാം പരിഹരിച്ചു പോകും. സിസ തോമസ് എന്ന വ്യക്തിയല്ല വലുത്, KTU എന്ന സ്ഥാപനമാണ് വലുത്. സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നും സിസ തോമസ് പറഞ്ഞു. നമ്മൾ പഴയത് ഓർക്കേണ്ടതില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഞാൻ. ഇന്നിപ്പം കാണുന്ന ഒരു സ്വീകരണം സന്തോഷം തരുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ ഉത്തരവാദിത്വം കൂടുന്നു എന്നുള്ളത് എനിക്കറിയാം. ഇനി എന്തെങ്കിലും ചെയ്ത് കാണിച്ചാൽ മാത്രമേ അതിനൊരു ഉത്തരവാകുള്ളൂ. ഒരു സംശയവും ഇല്ല, തീർച്ചയായിട്ടും സഹകരിച്ചുകൊണ്ടായിരിക്കും. VC നിയമനത്തിലെ സമവായം രേഖാമൂലം സുപ്രീം കോടതിയെ അറിയിച്ച് ചാൻസലറായി ഗവർണർ. സുപ്രീം കോടതിയിൽ ഗവർണർ സത്യവാങ്മൂലം സമർപ്പിച്ചു. സിസ തോമസിനെയും സജി ഗോപിനാഥിനെയും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും കൈമാറിയിട്ടുണ്ട്. ഈ മാസം 14 നടന്ന ഗവർണർ മുഖ്യമന്ത്രി ചർച്ചയിൽ ധാരണയായെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കോടതി നിർദ്ദേശപ്രകാരം ഇക്കാര്യം ജസ്റ്റിസ് ധൂലെയെ അറിയിച്ചെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഗവർണറുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ വെങ്കട്ട് സുബ്രഹ്മണ്യനാണ് സത്യവാങ്മൂലം സമർപ്പിച്ചത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ വെല്ലുവിളിച്ച് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ചുണയുണ്ടെങ്കിൽ തനിക്കെതിരെ കയ്യിലുണ്ടെന്ന് പറയുന്ന തെളിവുകൾ കോടതിയിൽ ഹാജരാക്കണമെന്ന് കടകംപള്ളി സുരേന്ദ്രന്റെ വെല്ലുവിളി. VD സതീശനെതിരെ കടകംപള്ളി നേരത്തെ മാനനഷ്ട കേസ് നൽകിയിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അയച്ച നോട്ടീസുകളിലും ആരോപണങ്ങളിലും ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തനിക്കെതിരെ കേസ് കൊടുത്തതിനാൽ കോടതിയിൽ തെളിവുകൾ ഹാജരാക്കുമെന്നും വെല്ലുവിളിക്കേണ്ട ആവശ്യമില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു.
എനിക്കെതിരായി കേസ് കൊടുത്ത് ഞാൻ കോടതിയിൽ ഹാജരാക്കുമല്ലോ. ഇനി വെല്ലുവിളിക്കുന്നത് കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞ ആരെങ്കിലും വെല്ലുവിളിക്കും? അത് ഞാൻ ഹാജരാക്കിക്കോളാം. അതുകൊണ്ടാണ് ഞാൻ നോട്ടീസ് അയച്ചപ്പോൾ മറുപടി കൊടുത്തത്. അദ്ദേഹം 2 കോടി രൂപയുടെ നഷ്ടപരിഹാരം മാനനഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് നോട്ടീസ് അയച്ചത്. കേസ് കൊടുത്തപ്പോൾ 2 കോടി രൂപയുടെ മാനം എങ്ങനെയാണ് 10 ലക്ഷമായിട്ട് കുറഞ്ഞത്? കോടതിയിൽ കേസ് നടക്കുമ്പോഴല്ലേ ഞാൻ തെളിവ് ഹാജരാക്കിക്കോളാന്ന് ഞാൻ മറുപടിയിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും. CPM വെച്ചേക്കുന്ന ആളുകൾ അവിടെ ചെയ്തത് കടകംപള്ളി സുരേന്ദ്രൻ അറിയില്ലായിരുന്നു എന്ന് പറയാൻ ആരെങ്കിലും വിശ്വസിക്കുക? അപ്പൊ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് അദ്ദേഹമാണ് പറഞ്ഞു വിട്ടത്. അതിന്റെ തെളിവുകളൊക്കെ ഞാൻ ഹാജരായിക്കോളാം. പത്തനംതിട്ട പ്രമാണത്തെ വിവാദ ഹെലിപാഡ് പൊളിക്കുന്നു. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശന വേളയിൽ ഹെലികോപ്റ്റർ താഴ്ന്ന ഹെലിപാഡാണ് പൊളിക്കുന്നത്. 20 ലക്ഷം ചിലവിട്ടാണ് ഹെലിപാഡ് നിർമ്മിച്ചത്. ഒക്ടോബർ 22-നായിരുന്നു രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം. കോൺക്രീറ്റിൽ താഴ്ന്നുപോയ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ തള്ളി നീക്കിയത് വിവാദമായിരുന്നു. കണ്ണൂരിൽ CPIM പ്രവർത്തകൻ P. രാജേഷിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ BJPയുടെ നിയുക്ത വാർഡ് കൌൺസിലർക്ക് 36 വർഷം തടവ്. തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി വാർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട U. പ്രശാന്തനാണ് തടവ് ശിക്ഷ. പ്രശാന്ത് ഉൾപ്പെടെ 10 BJP പ്രവർത്തകർക്ക് കോടതി ശിക്ഷ വിധിച്ചു. 1,80,000 രൂപ പിഴയൊടുക്കാനും കോടതി വിധിച്ചു. 2007 ഡിസംബർ 15-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. പരോളിന് കോഴ വാങ്ങിയതിൽ ജയിൽ വകുപ്പ് ആസ്ഥാനത്തെ DIG വിനോദ് കുമാറിനെതിരെ വിജിലൻസ് കേസെടുത്തു. പ്രതിയുടെ ബന്ധുക്കളിൽ നിന്ന് വിനോദ് കുമാർ 1.80 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. പണം വാങ്ങി തടവുകാർക്ക് അനധികൃതമായി സൗകര്യങ്ങൾ ചെയ്തു നൽകിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിനോദ് കുമാറിന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതിന്റെ തെളിവുകളും വിജിലൻസിന് ലഭിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവതയുടെ പേര് വെളിപ്പെടുത്തിയതിൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി മാർട്ടിന്റെ വീഡിയോയിൽ പോലീസ് കേസെടുത്തേക്കും. അതിജീവത മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. വീഡിയോയിൽ പോലീസ് പ്രാഥമിക പരിശോധന തുടങ്ങി. വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ അടക്കം നടപടിയുണ്ടായേക്കും. കേസിൽ വിധി വന്നതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. കേസിൽ ദിലീപിന് പങ്കില്ലെന്ന് പറയുന്ന വീഡിയോയിൽ നിരവധി തവണ മാർട്ടിൻ അതിജീവതയുടെ പേര് ഉപയോഗിച്ചിരുന്നു. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് മാർട്ടിൻ വീഡിയോ ചിത്രീകരിച്ചത്. കേസിൽ 2ാം പ്രതിയാണ് മാർട്ടിൻ ആന്റണി. ലൈംഗികാതിക്രമ കേസിൽ മുൻ മന്ത്രി നീലലോഹിതദാസൻ നാടാരെ വെറുതെ വിട്ട ഹൈക്കോടതി വിധിക്കെതിരെ പരാതിക്കാരി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ഹൈക്കോടതിയുടെ തീരുമാനത്തിൽ പിഴവ് സംഭവിച്ചുവെന്ന് കാണിച്ചാണ് അപ്പീൽ. കേസിൽ എല്ലാ വശങ്ങളും പരിശോധിക്കാതെയാണ് നീലലോഹിതദാസൻ നാടാരെ വെറുതെ വിടാനുള്ള തീരുമാനം ഹൈക്കോടതി എടുത്തതെന്നും അപ്പീലിൽ പറയുന്നു. ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകാത്ത സാഹചര്യത്തിലാണ് പരാതിക്കാരിയുടെ നടപടി. കഴിഞ്ഞ സെപ്റ്റംബർ 15-നാണ് കേസിൽ നീലലോഹിതദാസൻ നാടാരെ ഹൈക്കോടതി വെറുതെ വിട്ടത്. 1999-ൽ വനം മന്ത്രിയായിരിക്കെ IFS ഉദ്യോഗസ്ഥയെ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് കടന്നുപിടിക്കുകയും അപമാനിക്കുകയും ചെയ്തുവെന്നായിരുന്നു കേസ്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ കരാർ കമ്പനിക്ക് ഹൈക്കോടതി അനുമതി നൽകിയതിന് എതിരായ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഗതാഗതം സുഗമമാക്കാതെ ടോൾ പിരിവ് നടത്തരുന്ന സുപ്രീം കോടതി നിർദ്ദേശം മറികടന്നാണ് ഹൈക്കോടതി ഉത്തരവെന്നാണ് ഹർജിക്കാരനായ പൊതുപ്രവർത്തകൻ ഷാജി കോടംകണ്ടത്തിന്റെ വാദം. പിരിവ് പുനരാരംഭിച്ചതോടെ റോഡിന്റെ പണികൾ കരാർ കമ്പനി നിർത്തിവെച്ചതായും ഹർജിയിൽ പറയുന്നു. ഒക്ടോബർ 15-നാണ് പാലിയേക്കരയിൽ ടോൾ പിരിവ് വീണ്ടും തുടങ്ങാൻ ഹൈക്കോടതി അനുമതി നൽകിയത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ ജീവനക്കാർക്ക് മർദ്ദനം. വെള്ള ഫോർച്യൂണർ കാറിലെത്തിയ സംഘം ഒരു പ്രകോപനവുമില്ലാതെ ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു. കസേരയിൽ വെറുതെ ഇരിക്കുന്ന ജീവനക്കാരനെ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സംഭവത്തിൽ ടോൾ പ്ലാസ അധികൃതർ പോലീസിൽ പരാതി നൽകി. തിരുവനന്തപുരം കലവ ജംഗ്ഷനിൽ തെരുവുനായയുടെ ആക്രമണം. മുതിർമല സ്വദേശി 65-കാരൻ നളിനാക്ഷനെയാണ് തെരുവുനായ ആക്രമിച്ചത്.
റോഡിലൂടെ നടന്നു പോകുന്ന വഴിയാണ് തെരുവ് നായ കടിച്ചത്. ഇടതുകാലിന് പരിക്കേറ്റിട്ടുണ്ട്. നളിനാക്ഷനെ നാട്ടുകാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. പാലക്കാട് തൃത്താലയിൽ തെരുവുനായ ആക്രമണം. 4 കുട്ടികൾ ഉൾപ്പെടെ 8 പേർക്ക് കടിയേറ്റു. കുട്ടികളിൽ 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് കുട്ടികളെ തെരുവുനായ ആക്രമിച്ചത്. വളർത്തുമൃഗങ്ങൾക്കും കടിയേറ്റിട്ടുണ്ട്. ഒരാഴ്ച മുൻപ് പ്രദേശത്ത് 10 പേർക്ക് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യമാണ്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശനാനുമതി നിഷേധിച്ച 3 ചിത്രങ്ങൾക്ക് കൂടി കേന്ദ്ര സർക്കാർ അനുമതി. ഫലസ്തീൻ 36, വാജിബ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗാസ എന്നീ ചിത്രങ്ങൾക്കാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അനുമതി നൽകിയത്. 19 സിനിമകൾക്കാണ് നേരത്തെ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചത്. ഇതിൽ 9 ചിത്രങ്ങൾക്ക് ഇന്നലെ അനുമതി നൽകിയിരുന്നു. ഇനി 7 ചിത്രങ്ങൾക്ക് അനുമതി ലഭിക്കാനുണ്ട്. അനുമതി ലഭിച്ചാലും ഇല്ലെങ്കിലും ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ സാംസ്കാരിക വകുപ്പ് ചലച്ചിത്ര അക്കാദമിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊല്ലത്ത് പോലീസുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ CPOയ്ക്ക് സസ്പെൻഷൻ. നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ CPO നവാസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. നവംബർ 6-നാണ് കേസിന് ആസ്പദമായ സംഭവം. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉദ്യോഗസ്ഥ പോകാനിറങ്ങുമ്പോഴാണ് നവാസിന്റെ ഭാഗത്തു നിന്നും അതിക്രമമുണ്ടായത്. വിശ്രമമുറിയിൽ വെച്ചാണ് ഇയാൾ പോലീസുകാരെ ഉപദ്രവിച്ചത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ സേനയുടെ അന്തസ്സിന് കളങ്കമുണ്ടാക്കിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്. ഇയാൾക്കെതിരെ മറ്റ് പരാതികളുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാസർഗോഡ് നിന്നും തട്ടിക്കൊണ്ടുപോയ മേൽപ്പറമ്പ് സ്വദേശിയെ കണ്ടെത്തി. കർണാടകയിലെ ഹാസനിൽ നിന്നാണ് യുവാവിനെ കണ്ടെത്തിയത്. തട്ടിക്കൊണ്ടുപോയത് ആന്ധ്രയിൽ നിന്നുള്ളവർ. പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കാസർഗോഡാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ മേൽപ്പറമ്പ് സ്വദേശിയെ കണ്ടെത്തിയിട്ടുണ്ട്. കർണാടകയിലെ ഹാസനിൽ നിന്നാണ് യുവാവിനെ കണ്ടെത്തിയിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയത് ആന്ധ്രയിൽ നിന്നുള്ളവരാണ്. പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കാസർഗോഡ് നിന്നും തട്ടിക്കൊണ്ടുപോയ മേൽപ്പറമ്പ് സ്വദേശിയെ കണ്ടെത്തിയിട്ടുണ്ട്. കർണാടകയിൽ നിന്നാണ് യുവാവിനെ കണ്ടെത്തിയിരിക്കുന്നത്. കർണാടകയിലെ ഹാസനിൽ നിന്നാണ് യുവാവിനെ കണ്ടെത്തിയിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയത് ആന്ധ്രയിൽ നിന്നുള്ളവരാണ്. കാറിനുള്ളിൽ കയറ്റിയാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. വിവരങ്ങളുമായി ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, കാസർഗോഡ് നിന്ന് തട്ടിക്കൊണ്ടുപോയ സ്വദേശിയെ കണ്ടെത്തിയിട്ടുണ്ട്. കർണാടകയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇന്ന് ഉച്ചയോടെയാണ് കാസർഗോഡ് നഗരത്തിൽ നിന്ന് പട്ടാപ്പകൽ ഈ യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. മേൽപ്പറമ്പ് സ്വദേശി 35-കാരനുമായ ഹനീഫേനെയാണ് ഇത്തരത്തിൽ ആന്ധ്ര സ്വദേശികൾ തട്ടിക്കൊണ്ടുപോയത്. 5-അംഗ സംഘം സഞ്ചരിച്ച കാറിൽ ഈ ബലമായി ഇയാളെ പിടിച്ചു കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു. ആ സമയത്ത് ഈ ഹോട്ടലിന്റെ മുമ്പിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരന്റെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. കേരള പോലീസ്, കാസർഗോഡ് ടൗൺ പോലീസ് പിന്നീട് ഇത്തരത്തിൽ തെരച്ചിൽ ആരംഭിച്ചു. ആ ഘട്ടത്തിൽ തലപ്പാടി ബോർഡർ കഴിഞ്ഞിരുന്നു. അപ്പൊ പിന്നീട് ഈ കർണാടക പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ഈ വണ്ടി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. എന്തായാലും അല്പസമയം മുമ്പ് കർണാടക ഹസനിൽ നിന്ന് ഈ വണ്ടിയെയും ഈ ഇതിലുണ്ടായിരുന്ന പ്രതികളെയും യുവാവിനെയും അടക്കം പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഇവരെ ഇത്തരത്തിൽ കാസർഗോഡേക്ക് കൊണ്ടുവരികയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. ഹവാല പണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ തട്ടിക്കൊണ്ടു പോകലിന് കാരണമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന
ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്ത് കൂടുതൽ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. പ്രാഥമികമായി നടത്തിയ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ കാസർഗോഡ് മേൽപ്പറമ്പ് സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടു പോകാൻ കാരണമായതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അരുണിമ. ശരി, വ്യക്തമാണ്. കാസർഗോഡ് നിന്നും തട്ടിക്കൊണ്ടുപോയ മേൽപ്പറമ്പ് സ്വദേശിയെ കണ്ടെത്തിയിട്ടുണ്ട്. കർണാടകയിലെ ഹാസനിൽ നിന്നാണ് യുവാവിനെ കണ്ടെത്തിയത്. തട്ടിക്കൊണ്ടുപോയത് ആന്ധ്രയിൽ നിന്നുള്ളവരാണ്. ആന്ധ്ര രജിസ്ട്രേഷനുള്ള ഒരു കാറിലൊക്കെയാണ് ഇവർ യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിനാണ്. കോഴിക്കോട് മേയറായി ഒ സദാശിവനെ പരിഗണിക്കാൻ ധാരണ. ഡെപ്യൂട്ടി മേയറായ ഡോക്ടർ എസ് ജയശ്രീയെയും പരിഗണിക്കും. LDF ജില്ലാ നേതൃത്വം ലിസ്റ്റ് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി. സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിക്ക് പിന്നാലെ നാളെ പ്രഖ്യാപനം നടക്കും.